അൾട്ടിമേറ്റ്ലി വെയർ ഹൗസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ എന്താണ്, പ്രൊഡക്ട്സിൻ്റെ അല്ലെങ്കിൽ മെറ്റീരിയൽസിൻ്റെ സേഫ്റ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോപ്പർ ഹാൻഡ്ലിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത്തരം വെയർ ഹൗസുകൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ ദർ ഇസ് സംതിങ് മച്ച് ഈവൻ ബിഗ്ഗർ ദാൻ ദാറ്റ്. എന്ന് വെച്ചാൽ ഒരു സപ്ലൈ അല്ലെങ്കിൽ ഒരു എൻറ്റയർ സപ്ലൈ ചെയിൻ്റെ ഉള്ളിൽ ആ ഒരു ഓപ്പറേഷൻ സ്മൂത്തായിട്ട് റൺ ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ മാക്സിമം ആ ഒരു പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഓപ്പറേഷൻ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തരം വെയർ ഹൗസുകൾ പല പോയിൻറ്റ്സിലും, അതായത് സപ്ലൈ ചെയിനിലെ പല പോയിൻറ്റ്സിലും വളരെ വൈറ്റലായിട്ടുള്ള റോളുകളാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന അരി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈവൻ ഫുഡോ മെഡിസിൻസോ എന്തോ ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മളിലേക്ക് എത്താൻ അതിൻ്റെ ഉള്ളിൽ എന്താണ്, അഫ്കോഴ്സ് നമുക്കറിയാവുന്ന ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എല്ലായിടത്തും എന്ത് വരുന്നുണ്ട്, പ്രോപ്പറായിട്ട് ഓരോരോ പോയിന്റ്സിൽ വെയർ ഹൗസുകൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററുകൾ വരുന്നുണ്ട്. എൻറ്റയർ ലോജിസ്റ്റിക്സിൽ വളരെ വൈറ്റലായിട്ടുള്ള റോള് തന്നെയാണ് അപ്പോൾ ആർക്കുള്ളത്, വെയർ ഹൗസ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഈ വെയർ ഹൗസ് എന്ന് പറഞ്ഞ ഈ ഒരു ടൈപ്പ് ഓഫ് സർവീസിന് വരുന്നത്. ഇനി വെയർ ഹൗസ് എന്നുള്ള വേർഡ് ഓക്കെ, ഐ തിങ്ക് ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇനി വെയർ ഹൗസ് മാനേജ്മെൻറ്റ് എന്താണെന്നുള്ളത്, ഈ ഒരു വെയർ ഹൗസ് ഫെസിലിറ്റി, അതായത് ഒരു വെയർ ഹൗസ് എന്ത് ടൈപ്പ് ഓഫ് സർവീസ് ആണ് ഒരാൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഒരു പാർട്ടി അവരുടെ എന്ത് ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ ആണ് ബെറ്റർ ആയിട്ട് വരണം എന്ന് ഫോർകാസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു വെയർ ഹൗസ് അവരുടേതായിട്ട് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ഇനീഷ്യേറ്റീവാണ് അവർ എടുക്കുന്നത് അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് ഗോളാണ് അവർ അച്ചീവ് ചെയ്യാനായിട്ട് നോക്കുന്നത്. ഈവൻ ഒരു ഓണർ തന്നെ ആയിരിക്കാം വെയർ ഹൗസിൻ്റെ, അല്ലെങ്കിൽ നമ്മൾ വേറൊരു വെയർ ഹൗസ് അവിടെ ഹയർ ചെയ്തിട്ടുള്ളതായിരിക്കാം. ഹയർ ചെയ്യാൻ മീൻസ് വേറൊരു സർവീസ് പ്രൊവൈഡ്, ലൈക്ക് ഒരു തേർഡ് പാർട്ടിയെ ആ ഒരു സർവീസിന് ഏൽപ്പിച്ചതായിരിക്കാം, അല്ലെങ്കിൽ അത്തരം ഒരു ഫെസിലിറ്റി നമ്മളവിടെ ഹയർ ചെയ്തതായിരിക്കാം. എന്തോ ആയിക്കോട്ടെ, വെയർ ഹൗസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ വെയർ ഹൗസിനുള്ളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടത്താൻ വേണ്ടിയിട്ട് നമ്മൾക്ക് റിക്വയർ ചെയ്യുന്ന ഫെസിലിറ്റീസ്, ഓക്കെ, ലൈക്ക് മെറ്റീരിയൽ ഹാൻഡ്ലിങ്, ഇനഫ് സ്റ്റോറേജ് സ്പേസ്, എക്യുപ്മെൻറ്റ്സ്, ഈവൻ എംപ്ലോയീസിനെ മെയിൻറ്റെയിൻ ചെയ്യുക, ഓക്കെ, സ്പേസ് യൂട്ടിലൈസ് ചെയ്യുക, ഇത്തരം കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു എഫിഷ്യൻറ്റ് ഫ്ലോ ഓഫ് ഓപ്പറേഷൻ, അവിടെ വരുന്ന വെയർ ഹൗസ് മാനേജ്മെൻറ്റ് സിസ്റ്റംസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ഡോക്യുമെൻറ്റേഷൻ പ്രൊസീജിയേഴ്സ് ആയിക്കോട്ടെ, ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് ഇതെല്ലാം കൂടി കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ എല്ലാം പ്രോപ്പറായിട്ട് സ്മൂത്ത് ചെയ്യാൻ ഒന്നിൽ കൂടുതലോ ആളുകളോ കൂട്ടിച്ചേർന്നിട്ട് ഒരു മാനേജ്മെൻറ്റ് ടീം പോലെ വർക്ക് ചെയ്തിട്ട് ഒരു വെയർ ഹൗസ് അവിടെ റൺ ചെയ്യുന്നത്, ഇതിനുള്ളിൽ വരുന്ന എല്ലാ ആക്ടിവിറ്റീസിനെ നമുക്ക് വെയർ ഹൗസ് മാനേജ്മെൻറ്റ് എന്ന് കാറ്റഗറൈസ് ചെയ്യാനായിട്ട് സാധിക്കും.